പാകിസ്ഥാൻ നാഷണൽ ക്രിക്കറ്റ് ടീമിനെ ഒരു മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് PCB, പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന 2020 വേൾഡ് കപ്പ് അവർക്ക് വളരെ വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മോശമായിരുന്നു. അവർ സെമി കാണാതെ പുറത്തായി, സൂപ്പർ 8 തന്നെ അവർ പുറത്തായി. അവർ 1-2 കളിക്കാരെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കളിക്കാരൊക്കെ ഏതാണ്ട് ബിലോ ആവറേജ് തന്നെയായിരുന്നു. പ്രത്യേക മോശം കളി പുറത്തെടുത്ത 1-2 പ്ലേയേഴ്സിനെ പറയുകയാണെങ്കിൽ ബാബർ അസം മോശം പ്രകടനമായിരുന്നു, ക്യാപ്റ്റൻ സൽമാൻ അലിയൊക്കെ മോശം പ്രകടനമായിരുന്നു. അങ്ങനെ കുറച്ച് പ്ലേയേഴ്സിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ സൈം അയ്യൂബ് ബോൾ കൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ഓപ്പണർ ബാറ്റ്സ്മാൻ നിലയ്ക്ക് വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെയൊക്കെയാണ് അവസാനം അവർ കളിച്ച കളിയിൽ അവർ നമ്മുടെ സൈം അയ്യൂബിനെ ഓപ്പണിംഗ് മാറ്റില്ല, ടീമിനെ മാറ്റി അവിടെ ഫക്കർ സമാൻ ഇറക്കി. നല്ലൊരു തീരുമാനമായിരുന്നു. ഞാനും പറഞ്ഞു ഫക്കർ സമാൻ എക്സ്പീരിയൻസ് ക്രിക്കറ്ററാണ്. സൈം അയ്യൂബിനെ ടീമിൽ നിന്ന് മാറ്റി ഫക്കർ സമാൻ ഉൾപ്പെടുത്തി അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് അവർ ഇറങ്ങിയത്. ബാബർ സമാനെ ടീമിൽ ഉൾപ്പെടുത്തിയില്ല. അങ്ങനെയാണ് അവർ അവസാനത്തെ കളി ഇറങ്ങിയത് ശ്രീലങ്കയായിട്ടുള്ളത്. പക്ഷേ അവർ ജയിച്ചെങ്കിലും ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ അപ്പുറത്താണ് ഇന്ത്യ വെച്ചെങ്കിൽ പാകിസ്ഥാനെ കീഴടക്കുന്നു, സെമിയിലേക്ക് യോഗ്യത നേടുന്നു. ഇന്ത്യ യോഗ്യത നേടിയോണ്ടാണ് ഞാൻ പറയില്ല. എനിവേ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പാകിസ്ഥാൻ താരങ്ങൾക്ക് മുട്ട പണി കൊടുത്തിരിക്കുകയാണ്. പണി ഇങ്ങനെയാണ്. ഈ ടൂർണമെൻറ്റ് 2020 വേൾഡ് കപ്പ് ടൂർണമെൻറ്റിൻ്റെ മോശം പ്രകടനത്തെ തുടർന്ന് 16 ലക്ഷം ഇന്ത്യൻ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ മണി കൂട്ടുമ്പോൾ ആ റേഞ്ച് കേട്ടോ. അപ്പോൾ അത്രയും ഏകദേശം ഇന്ത്യൻ മണി വരുമ്പോൾ 16.5 ലക്ഷം ഇന്ത്യൻ മണി ഓരോ കളിക്കാരനും PCBക്ക് നൽകണം. ഒരു പിഴ ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഉള്ളിനകത്ത് പറഞ്ഞതല്ല. ഫോക്സ് ക്രിക്കറ്റ് ആയാലും പിന്നെ ESPN ക്രിക്കറ്റ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത ന്യൂസാണ്, റിയൽ ന്യൂസാണ്. അവർ എന്തായാലും റിയൽ ന്യൂസല്ലേ ഇതാക്കുള്ളൂ. അപ്പോൾ അങ്ങനൊരു പിഴ ശിക്ഷയാണ് PCB ഇതാക്കിയിരിക്കുന്നത്. കാരണം അവർ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ നല്ല മികച്ച ടീമിനെ ഇറക്കിയിട്ട് ഓപ്പണറായിട്ട് ഫർഹാനും പിന്നെ ഫക്കർ സമാൻ കുറച്ച് പ്ലേയേഴ്സൊക്കെയാണ് അവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. അത് കാരണം തന്നെ അവർ സെമി കാണാതെ പുറത്താവുകയും ചെയ്തത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ PCB കടുത്തൊരു നടപടിക്ക് തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ PCB മാത്രമല്ല, മുതിർന്ന താരങ്ങളൊക്കെ കളിക്കാരിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കളിക്കാരെ കുത്തി നിറയ്ക്കുന്നതും പിന്നെ നഖ്വിക്ക് അടക്കം അവരുടെ ക്രിക്കറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന നഖ്വിക്ക് അടക്കം ആരോപണങ്ങളല്ല വിമർശനങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ എന്തായാലും PCB ഒരു കനത്ത തീരുമാനം തന്നെ എടുത്തിരിക്കുന്നത്.